ഹായ് ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുന്നത് എന്നപ്പോൾ നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു 1/2 കിലോ പന്നി ഇറച്ചി വളരെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പോർക്കിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നടുകെ കീറിയത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രംഭ ഇലയാണ് ചേർത്തിരിക്കുന്നത്. ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനോട് തന്നെ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 6 വിസിലടിച്ച് നമുക്കൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പ് ചൂടാൻ വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയിട്ട് നന്നായിട്ട് മൊരിയിച്ചതിന് ശേഷം ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് 1/2 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.25 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോർക്ക് വേവിച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചെറുതൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയും ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പോർക്കും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കുറുക്കി ചാറക്കുകയും നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പോർക്കിൻ്റെ ചാറൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പോർക്ക് കറി ഇവിടെ തയ്യാറായിരിക്കുന്നു.